ഇന്ന് ദൈവസന്നിധാനത്തിൽ ആരാധനയ്ക്ക് കടന്നു വന്ന പ്രിയപ്പെട്ടവരും എന്നെ അടുത്തും അകലെയും ഈ ഓൺലൈനിൽ കൂടെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ വന്ദനം പറയുകയാണ്. Greetings to all those who are here and who are watching us online. ദൈവം നമ്മൾക്ക് ഒരു ദിവസം കൂടെ ജീവിക്കുവാൻ, ആരോഗ്യത്തോടെ ദൈവസന്നിധാനത്തിൽ കടന്നു വരുവാൻ ഇങ്ങനെ സന്ദർഭം ഒരുക്കി തന്ന ദൈവത്തിന്റെ വലിയ ദയയെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ അമേരിക്ക മുഴുവൻ താങ്ക്സ് ഗിവിംഗ് കൊണ്ടാടുമ്പോൾ നമുക്ക് പറവാനുള്ളത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ ഓർത്ത് നന്ദി കരേറ്റുക എന്നുള്ളതാണ്. Thank God once again for bringing us safe here, and also thank God that we were able to celebrate Thanksgiving and give Him praise. നമുക്ക് ദൈവത്തോടെ നന്ദിയുള്ളവരായിരിക്കാം. ദൈവം നമ്മെ ഇടയാക്കട്ടെ. Let us have a heart of thanksgiving towards God as we're here. ഇന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെട്ട് വായിച്ച് പ്രാർത്ഥിച്ച് കടന്നു വന്നിരിക്കുന്ന ഭാഗം പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. Today I would like to meditate on the book of Exodus chapter 4 verses 10. മോശ യഹോവയോടെ, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. And it reads, Moses said to the Lord, "Pardon your servant, Lord. I have never been eloquent, neither in the past nor since you have spoken to your servant. I am slow of speech and tongue." അതിന് ദൈവം പറയുകയാണ്, വാ കൊടുത്തതാരെ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാകെ ഞാനായ യഹോവയായ ഞാനല്ലയോ? And verse 11, the Lord said to him, "Who gave human beings their mouth? Who makes them deaf or mute? Who gives them sight or makes them blind? Is it not I, the Lord?" മോശ ആടിനെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു മുൾപടർപ്പ് കത്തുന്നത് കണ്ടു. And when Moses was shepherding, he saw a bush on fire. അപ്പോൾ അതെന്താണെന്ന് നോക്കുവാൻ താൻ അടുത്ത് വന്നപ്പോൾ ദൈവം അവനോട് സംസാരിക്കുവാൻ തുടങ്ങി. And as he came close to see what it was, the Lord began to speak to him. ദൈവം അവനോട് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ വിചാരിച്ചത് ദൈവത്തിന്റെ ഇടപാടുകൾ ഉണ്ടാകുമ്പോൾ അവൻ പ്രതീക്ഷിക്കുന്നത് അവൻ ഒരു ഊമനായി തുടരാൻ പാടില്ല, അല്ല വിക്കനായി തുടരുവാൻ പാടില്ല, അവൻ എന്തെങ്കിലുമുള്ള പ്രശ്നം അത് പരിഹരിക്കണമെന്നാണ്. And as the Lord speaks to him, and Moses thought that in order for me to do what God has asked me to do, he should definitely not pick someone who is slow in speech or have issues with tongue. അതാണ് മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും യുക്തി. ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ നമുക്കൊരു കാണപ്പെടുന്ന, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകണം, ഒരു വ്യത്യസ്ത അനുഭവം ഉണ്ടാകണം. And likewise, that is what we think, that when God looks at us and wants to do something through us, we think that our current situation needs to change. എന്നാൽ വേദപുസ്തകത്തിലുടനീളം ദൈവത്തിന്റെ ലോജിക്ക് വ്യത്യസ്തമാണ്. But throughout the scripture, God works in different way. അപ്പോൾ വ്യത്യസ്തമായ ദൈവത്തിന്റെ ലോജിക്ക് എന്നുള്ളതാണ് എന്റെ പ്രസംഗത്തിന്റെ ടൈറ്റില്. And what I want to focus, title of my message is the logic of a God who's different. മോശ കണ്ടത് ഒരു മുൾപടർപ്പിന് ഒരു വ്യത്യാസവും കൂടാതെ പ്രകാശിക്കുന്നത് മാത്രമാണ്. All Moses saw was a bush caught on fire. അപ്പോൾ ദൈവം ഇറങ്ങി വന്നാൽ മുൾപടർപ്പ് കത്തിയോ അത് വറുതാകിയോ അത് വേറൊരു മരമോ ആയി തീരാതെ അത് പ്രകാശിക്കുന്നതായിട്ട് മാത്രമാണ് മോശ കണ്ടത്. And all Moses saw was that it was a blaze, and the fire did not go down, it was constant. അതിൽ കൂടെ ദൈവം പറയുന്നത് മുൾപടർപ്പിനെ പോലും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിനെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ വെറും മുൾപടർപ്പായിരുന്നാലും, നീ ചെകിടനായാലും, നീ മൂഢനായാലും, നീ ഊമനായാലും, നീ വിക്കനായാലും ദൈവത്തിന് നിന്നെ പ്രകാശിപ്പിക്കാൻ കഴിയും. And what God is telling Moses that is, if I can light this bush on fire, I can also use you for my purpose. എന്നാൽ മോശസിന്റെ ചിന്താഗതി അങ്ങനെയല്ല. ദൈവം സന്ദർശിച്ചാൽ ഞാൻ ആകപ്പാടെ എല്ലാ വിധത്തിലും ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു മാറ്റം ഉണ്ടാകണം. But Moses thought that if I am chosen to do God's work, then there's has to be some changes in my life according to what I believe it should be. ദൈവം അവനോട് വലിയ വലിയ കാര്യങ്ങളാ പറഞ്ഞ്, ഞാൻ നിന്നെ മിസ്രൈമിലെ ഫറവോന്റെ അടുക്കലേക്ക് അയക്കുന്നു, വളരെ വർഷങ്ങളായി അടിമകളായി അവർക്ക് സെർവ് ചെയ്യുന്ന ഇസ്രായേൽ മക്കളെ ഞാൻ വിടുവിക്കും, ഞാൻ ഇവിടെ കൊണ്ടുവരും, ഈ മലയിലെ ദൈവത്തെ ആരാധിക്കും, വലിയ വലിയ കാര്യങ്ങളാ പറയുന്നത്. And God is telling Moses great things like, I will send you in front of Pharaoh, and I will use you to rescue my people Israel from slavery in Egypt. So God is telling Moses these great things that he's going to do. അവൻ ഈ വലിയ കാര്യങ്ങളെ കേട്ടപ്പോൾ തന്നിലേക്ക് തന്നെ നോക്കുക. But when Moses heard that, he's reflecting upon himself. ദൈവം ഈ വലിയ കാര്യം ചെയ്യുവാൻ എനിക്ക് എങ്ങനെ സാധിക്കും? ഞാൻ ഇപ്പോഴും വെറും വിക്കനാണല്ലോ. And he's saying, God, how am I supposed to do these things? And I still can't speak.
അവൻ അവന്റെ നാവിനെ നോക്കിയിട്ട് പറയാ, ഞാൻ തടിച്ച നാവുള്ളവനും വിക്കനുമാകുന്ന കർത്താവെ, വാക്സാമർത്ഥ്യവും എനിക്കില്ല, എനിക്കിതെങ്ങനെ സാധിക്കും? Moses tells the Lord that I am slow of speech and tongue. അപ്പോൾ നമ്മൾ നമ്മുടെ ബലഹീനതയാണ് ദൈവം സന്ദർശിച്ചാലും കാണുന്നത്. We tend to focus on our non-abilities even when God speaks to us. ദൈവം വലിയ കാര്യങ്ങൾ നമ്മളിൽ കൂടെ ചെയ്തെടുക്കുവാൻ വിചാരിച്ചിരിക്കുമ്പോൾ നാം വിചാരിക്കുന്നത് ദൈവം എനിക്ക് ഇങ്ങനെയും അങ്ങനെയും ഉള്ള മാറ്റം വരുത്തിയാൽ മാത്രമേ ദൈവത്തിന്റെ പദ്ധതി എന്നിൽ കൂടെ ചെയ്തെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് നമ്മുടെ ലോജിക്ക്. And we think that when God wants to use us for his purpose, we think that in order for that to happen, these changes that I think should happen needs to happen. അപ്പം ദൈവം പറയാണ്, നീ ഊമനായി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ചെകിടനായി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ മുടന്തനായി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയാത്തവനായി സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ അതെല്ലാം എനിക്കറിയാമെന്നാ ദൈവം പറയുന്നത്. And God is telling Moses that I am the one who makes him mute and blind and deaf, so I know. നീ എനിക്ക് പുതുതായി ഒരു കാര്യമൊന്നും വെളിപ്പെടുത്തുകയല്ല എന്നാണ് മോശയോട് ദൈവം പറയുന്നത്. God is telling Moses, you're not revealing anything new to me that I don't know. ഇതവന് ജന്മനാൽ കിട്ടിയതായിട്ടുള്ള രീതിയിലാണ് ദൈവത്തിന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. And he can see from the nature that when God speaks to them, he knows this is from the birth of Moses. അപ്പോൾ നമ്മളിൽ കുടികൊള്ളുന്ന ഇംപിഡിമെന്റ് അഥവാ പ്രശ്നം നാം പലപ്പോഴും വലിയ പ്രശ്നമായി കണ്ടുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി പോലും നമ്മളിൽ കൂടെ ചെയ്തെടുക്കാൻ നമ്മളിൽ ഉണ്ടായിരിക്കുന്ന ഈ തടസ്സം വലിയ തടസ്സമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. And we think that the issues that we have is so big that we're unable to do God's work that he has planned for us. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ദൈവം ഇവന് ചില അത്ഭുതങ്ങളൊക്കെ കാണിച്ചു കൊടുത്തതാ. ദൈവത്തിന്റെ പ്രവൃത്തി വടിയിൽ കാണിച്ചു കൊടുത്തു. അതൊരു കൈ നെഞ്ചത്തിടാൻ പറഞ്ഞു, അപ്പോൾ അത് വെളുത്തു. അത് തിരിച്ചെടുക്കാൻ പറഞ്ഞപ്പോൾ ശരിയായി. ദൈവപ്രവൃത്തി അവനിൽ കൂടെ കണ്ടാലും വെളിയിൽ കണ്ടാലും മറ്റിടത്ത് കണ്ടാലും എന്നിൽ ഇല്ല എങ്കിൽ എനിക്കെന്തോ കുഴപ്പമാണ്. And it says that he has seen many miracles performed by God, and he thinks that if these miracles are not happening in my life, then there's something wrong with me. അപ്പോൾ ഇതൊക്കെ കണ്ടാലും അവന്റെ ജീവിതത്തിൽ അവൻ പ്രതീക്ഷിക്കുന്നത് പോലെ ദൈവം ചെയ്തില്ലെങ്കിൽ അവൻ എപ്പോഴും നിരാശനാണ്. And if God doesn't work in Moses' life as Moses has desire, then Moses thinks that there's something wrong here. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ പർപ്പസ് തികച്ചെടുക്കുവാൻ ദൈവം കടന്നു വരുമ്പോൾ ദൈവം കാണിച്ച ദർശനം മുൾപ്പടർപ്പായി തന്നെ ഇരിക്കുന്നു. അത് ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് പ്രകാശിക്കുമെന്നല്ലാതെ അതൊരു ഓക്കുമരമായി തീരാൻ പോകുന്നില്ല, അതൊരു ഈട്ടിയാകാൻ പോകുന്നില്ല, അതൊരു തേക്കാകാൻ പോകുന്നില്ല. Dear ones, if the God is able to light the bush on fire, he is also able to work in you. ദൈവം പറയുന്നത്, ആ മുൾപ്പടർപ്പിൽ കൂടെ എന്റെ തേജസ് വെളിപ്പെടുത്തുവാൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ നീ വിക്കനായിരുന്നാലും തടിച്ച നാവുള്ളവനായിരുന്നാലും നീ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു മാറ്റം ചെയ്ത ശേഷമല്ല എന്റെ ഗ്ലോറി ഞാൻ വെളിപ്പെടുത്തുവാൻ പോകുന്നത്. നീ ആയിരിക്കുന്ന അവസ്ഥയിലെ നിന്റെ ഇന്നത്തെ സാഹചര്യത്തിലെ നീ എങ്ങനെ ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഞാനെ നിന്നെ അറിഞ്ഞുകൊണ്ടാണ് വിളിച്ചിരിക്കുന്നത്. God is telling Moses that if I can show my glory through the fire of the bush, and I can show my glory through your weaknesses. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ എനിക്ക് ഇന്ന കുറവുണ്ടല്ലോ, ആ കുറവുണ്ടല്ലോ, അത് നിനക്കറിയാമല്ലോ, ഇതറിയാമല്ലോ. അപ്പോഴൊക്കെയും ദൈവം പറയുന്നത്, നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ്, നിന്നെ കുറിച്ചുള്ളത് മുഴുവൻ എനിക്ക് അറിയാവുന്നത് പോലും നിനക്കറിയില്ലെന്നാണ്. And oftentimes we take to God all the things that we don't have and all our shortcomings, and God says, I created you and I know these things. അപ്പോൾ ദൈവത്തിന് പറയാനുള്ളത്, നീ നിന്നിലേക്കല്ല നോക്കേണ്ടത്, ആ മുൾപ്പടപ്പിനെ പ്രകാശിപ്പിച്ച് നിന്നെ വിളിച്ച് നിന്നെ കുറിച്ചുള്ള പദ്ധതി തന്നിരിക്കുന്ന ദൈവത്തിലേക്ക് നോക്കി ദൈവം എന്ത് പറയുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നീ സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടതെന്നാണ് ദൈവം പറയുന്നത്. And God is saying, do not look at yourself and your situation, look at me and the glory that I was able to show through the fire of the bush. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ജന്മനാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പലതും ഓർത്ത് സങ്കടപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ചെയ്തെടുക്കുവാൻ അതൊരിക്കലും ഒരു തടസ്സമായിരിക്കുന്നില്ല എന്ന് ദൈവം പറയുന്നു. And oftentimes we feel bad about the things that are with us from our birth, and God says, do not be saddened. I have a great plan and purpose for you. നീ അതെനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന പ്രോബ്ലം ഉണ്ട്, കർത്താവേ ഞാൻ ഇവിടെ കുഴഞ്ഞു കിടക്കുകയാണല്ലോ, എനിക്ക് ഇത്ര കഴിവുള്ളല്ലോ, എന്റെ സാഹചര്യം ഇങ്ങനെയാണല്ലോ എന്ന് പറയാൽ ദൈവം പറയുന്നു, അതൊക്കെ എനിക്ക് നന്നായി നിന്നേക്കാൾ അധികമായിട്ട് അറിയാം. And your problems and your lack of abilities are not an issue for God. എന്നാൽ ഞാൻ നിന്നിൽ കടന്നു വരുമ്പോൾ നിന്റെ പ്രശ്നമല്ല, നിന്നിൽ കൂടെയുള്ള എന്റെ പ്രവൃത്തിയാണ് മറ്റുള്ളവർ കാണാൻ. When God comes into you, they're not looking at you, but they're looking at my work that I'm doing it through you. നീ ശ്രേഷ്ഠനായി വിളങ്ങണമെങ്കിൽ
നിന്റെ നാവ് നന്നായി മാറി നന്നായി സംസാരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു. പക്ഷെ നിന്റെ ശ്രേഷ്ഠതയിലല്ല, എന്റെ ശ്രേഷ്ഠതയിലാണ് ഞാൻ പ്രവൃത്തി ചെയ്തെടുക്കാൻ He's പോകുന്നത്. telling Moses that you think that you need to speak well in order for God to work through you, but God's saying that I'm the one who's choosing to work through you. ദൈവം ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോയിട്ട് പറയാ, നിനക്ക് ഇങ്ങനെ അതാണ് നിന്റെ പേടിയെങ്കിൽ നീ ഒരു കൂട്ടുകാരനെ കൂടെ കൂട്ടിക്കോളാൻ. And God takes it one step further and says, if that is your fear, then take along someone with you. നിന്റെ സഹോദരനെ കൂടെ കൂട്ടിക്കോളാനാ പറയുന്നത്. Take along your brother. എന്നാലും ദൈവം നാക്കിങ്ങോട്ടൊന്ന് നീട്ടിക്കാൻ, ഞാനെന്ന് തൊട്ടാ നിനക്ക് സൗഖ്യമായി, നിന്റെ പ്രശ്നം തീർത്ത് ഇപ്പോൾ തന്നെ ഞാൻ വിടാമെന്ന് കർത്താവ് And പറയുന്നില്ല. God never told Moses that to stretch out your tongue, let me heal it. He never said ഇതിലേതാണ് that. എളുപ്പം ദൈവം തന്നെ അഹരോനോട് പറയണം, നിന്റെ സഹോദരനായ മോശസ് മരുഭൂമിയിൽ നിന്ന് നീ ഇങ്ങോട്ട് വരുന്നു, നീ അവനെ എതിരേൽപ്പാൻ പോക എന്ന് പറയുന്നതാണോ എളുപ്പം? നിന്റെ നാക്ക് ഇങ്ങോട്ടൊന്ന് നീട്ടിക്കാൻ, ഞാനൊന്ന് തൊടാമെന്ന് പറയുന്നതാണോ എളുപ്പം? Which one is easier? God speaking to Aaron saying, your brother Moses is on the way, go and greet him, or heal Moses at the moment? അവന് വളരെ ധൈര്യമായി അവന്റെ ജനത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ, ഒരു കാലത്ത് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ വിക്കനായിരുന്നു, എന്നാൽ എന്റെ വിക്കെല്ലാം കർത്താവ് മാറ്റി തന്നിരിക്കുന്നു. അത് തന്നെയാണ് ഒരു വലിയ അടയാളമെന്നാണ് അവന് പറയാൻ ചിന്തിക്കുന്നതെന്നാണ് മോശം And it ചിന്തിക്കുന്നത്. would have been a great thing if he were to go back to the people and saying, I used to be slow of tongue, and look, God healed me. That would have been a great start to his ministry. പക്ഷെ ദൈവം പറയുന്നത്, അതൊന്നും നീ പറയണ്ട, നിന്റെ പിതാക്കന്മാരുടെ പേരില്ലാത്ത ദൈവമാണ് നിന്നെ വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. And God says that you do not need to worry about that. I am the God of your fathers. ഇന്നലെയുള്ളവനും ഇന്നുള്ളവനും നാളെ ഉള്ളവനുമായ അയാം ദാറ്റ് അയാം, മാറ്റമില്ലാത്തവൻ, ഉടമ്പടികളെ ശരിയായി ചെയ്തെടുക്കുന്ന ഒരു ദൈവം മാത്രമാണെന്ന് നീ പറഞ്ഞാൽ മതി. And he said, all you need to tell the people is that I am the God who's the same yesterday, today, and forever. നിന്നെ നീ എടുത്തു കാണിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നീ കാണപ്പെടാതെ നിന്റെ സഹോദരനിൽ കൂടെ നീ പറഞ്ഞാൽ മതി. And God told Moses, there's no need for you to worry about yourself or lift yourself up. If I have anything to say, then I will speak through Aaron. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ സഹോദരനെ കൂടെ കൂട്ടിക്കൊണ്ട് എന്റെ പ്രശ്നത്തിന് പരിഹാരമായി അവരെ കൊണ്ടുപോകുന്നത്. അതിലും ബുദ്ധിമുട്ടാണ് എനിക്ക്. And it's troublesome to take along someone with you who's going to speak on behalf of you. അപ്പോൾ എന്റെ ബലഹീനത അവിടുത്തെ എല്ലാവരും കാണുകയാണ്. That shows the weakness of the person that the God has called. ദൈവം പറയുന്നത്, നിന്റെ ബലഹീനത അവിടെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കാണുന്നെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല, നിന്നെ കൊണ്ട് ദൈവത്തിന്റെ പദ്ധതി ചെയ്തെടുക്കാൻ. And God's telling Moses, if people see a weakness, that is not an issue to me. I wanted to complete my work through you. അതുകൊണ്ടായിരിക്കാം ദൈവം അവനെ കുറിച്ച് പറഞ്ഞ അവനെ ഏറ്റവും താഴ്മയുള്ള മനുഷ്യനായി തീർന്നു. And that is probably why God told of Moses that he was a man of humbleness. ദൈവം ഒരു കാര്യം പറയാ, അവനെ പോലെ താഴ്മയുള്ള ഒരു മനുഷ്യൻ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. And God says there's not someone as humble as Moses in that time. കാരണം ദൈവം അവനിൽ കൂടെ വലിയ പ്രവൃത്തി ചെയ്തിട്ടും അവന്റെ നാവിനെ തൊടാഞ്ഞത് കൊണ്ട് അവൻ ഏറ്റവും താഴ്മയുള്ളവനായി മാറി. Even though Moses did great work on behalf of the Lord, because he was slow of tongue, there was nothing for him to boast about. അപ്പൊ ആ ക്വാളിറ്റിയെ ഓർത്തിട്ട് ദൈവം സന്തോഷിക്കുകയാണ്. And God looks at the qualities and takes great joy. വളരെ ചൂടനായി ആരോടും ഒരു വാക്ക് പറഞ്ഞ് രണ്ടാമത്തേന് തല്ലിക്കൊല്ലുന്നവനെ ഇത്രയും താഴ്മയുള്ളവനായി കൊണ്ടുവരുവാൻ ദൈവം ചെയ്തത് അവന്റെ നാവിനെ തൊട്ടില്ല എന്ന്. A man of hot temper who once even killed somebody. And here you look at God and said, God speaks to Moses and say, there's not anyone as humble as him in that time. അവന്റെ തടിച്ച നാവുള്ളത് കൊണ്ട് അവനെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ച ഒരു പ്രശ്നത്തിനും അവിടെ ഒരു തകരാറും ഉണ്ടായില്ല. And his slowness to speak was never an issue for him to complete the work God has assigned him. മോശയെ കുറിച്ച് ദൈവം പറയുന്നവൻ താഴ്മയുള്ളവൻ മാത്രമല്ല, അവനെ പോലൊരു പ്രവാചകൻ ഇസ്രയേലിൽ ഉണ്ടായിട്ടില്ലെന്ന് യോശുവ ആവർത്തന പുസ്തകം 34 അവസാനിപ്പിക്കുമ്പോൾ അവനെ കാണുകയും അവനെ കേൾക്കുകയും അവനെ കുറിച്ച് കണ്ടറിഞ്ഞ യോശുവ അവസാനത്തെ കൺക്ലൂഷൻ എഴുതുമ്പോൾ പറയാ, ഇങ്ങനെ ഒരു പ്രവാചകൻ ഇസ്രയേലിൽ ഒരിക്കലും ഉണ്ടാകാനും പോകുന്നില്ല, ഉണ്ടായിട്ടുമില്ല. And Joshua writes about Moses that there will never be a prophet like Moses who's going to live in Israel from yesterday or in the അതിന്റെ future. കാരണം അവൻ ദൈവത്തെ മുഖാമുഖമായി കണ്ട് ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം അവനോട് ഇടപെട്ടു എന്നുള്ളതാണ്. It is because he saw God face to face and he interacted with God as a dear friend. അപ്പോൾ നാവിന് തടിപ്പുണ്ടെങ്കിലും വിക്കുണ്ടെങ്കിലും ദൈവം നിന്നോട് സംസാരിക്കുകയും ദൈവം നിന്നോട് ഒരു കൂട്ടുകാരനെ പോലെ ഇടപെടുകയും ചെയ്താൽ നാവിന്റെ തടിപ്പല്ല, ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ശക്തിയും നിന്നിൽ കൂടെ വ്യാപരിക്കുമെന്നുള്ളതിന്റെ തെളിവാണത്. Even though Moses was slow to speak, God
dealt with him like a dear friend and spoke to him like a dear friend and was able to finish his work through him. പ്രവാചകന്റെ ജോലി എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടുള്ള ജോലിയാണ്. The prophet is the one that most of his work is done through speaking. അവൻ പ്രബോധിപ്പിക്കുക, അവൻ മറ്റുള്ളവരെ വാണിംഗ് കൊടുക്കുക, അവൻ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുക, ഇതൊക്കെയാണ് പ്രവാചകന്റെ ജോലി. And he gives comfort, he instructs and he disciplines through his mouth. എല്ലാം കൽപ്പിക്കുവാൻ, എല്ലാം അരുളി ചെയ്യുവാൻ തടിച്ച നാവുള്ളവനെ അതൊരു പ്രശ്നമായിരുന്നില്ല ദൈവം അവനെ ഉപയോഗിച്ചു. And God used someone who was slow to speak to offer these commandments and to instruct his people. ഇനി നോക്കിക്കേ, യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം ഡിസ്കസ് ചെയ്യാൻ കൂട്ടിക്കൊണ്ടുവന്നത് തടിച്ച നാവ് ഉണ്ടായിരുന്ന സ്വർഗത്തിലായിരിക്കുന്ന മോശയാണ്. And here you can see that Moses was brought from this slowness to speak to talk about the coming of Jesus. യേശു ക്രിസ്തുവിന്റെ നിര്യാണത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും സംസാരിപ്പാൻ വിട്ടത് ഈ മനുഷ്യനെയാണ്. And when it was time for the talk of how Jesus was going to die, Moses was chosen to speak about it. അപ്പോൾ തടിച്ച നാവുള്ളവനെ കൊണ്ട് വലിയ കാര്യം ഫറവോനോട് സംസാരിപ്പിക്കാൻ മാത്രമല്ല, ഏറ്റവും വലിയ പ്രവാചകനായ ഇസ്രായേൽ മക്കളോട് പറയുക മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു മരിക്കുന്നതിന് മുൻപേ മരണത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും തെരഞ്ഞെടുത്ത വ്യക്തി ഈ തടിച്ച നാവുള്ളവനാണ്. And not only was he slow to speak, but he was also chosen to speak to the Pharaoh and speak to the people of Israel and also talk about how Jesus Christ was going to come to the earth. അപ്പോൾ നിന്റെ പ്രശ്നത്തിന് കർത്താവ് ഒരു നീ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഉത്തരം തന്നില്ലെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നീ വിചാരിക്കുന്നതിനേക്കാളും ലോകം വിചാരിക്കുന്നതിനേക്കാളും ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വിധത്തിൽ കൊണ്ടുവരുവാൻ ഈ ദൈവത്തിന് സാധിക്കും. And just because the things aren't going the way that you have planned, if God has a plan and purpose for you, then he will use your weakness to fulfill his purpose for you. ഇത് മോസസിന്റെ ജീവിതത്തിൽ മാത്രമുള്ള ഒരു സംഗതിയല്ല. ഇത് നോക്കിക്കേ, നിങ്ങൾ നോക്കിയാൽ യാക്കോബിന്റെ ജീവിതത്തിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. This is just not an issue in the life of Moses. Let's look at the life of Jacob and you see a comparable example. യാക്കോബിന്റെ ജീവിതത്തിൽ അവനെ സ്വന്തമായി കുറച്ച് കഴിവ് കൂടുതലായിരുന്നു. Jacob was a man of many abilities. അവന് യുക്തി കൊണ്ടും അവന് ബുദ്ധി കൊണ്ടും മറ്റുള്ളവരുടെ സാധനം സ്വന്തമായി അടിച്ചെടുക്കുവാനുള്ള സകല വിദഗ്ധതയും അവനുണ്ടായിരുന്നു. He knew every trick in the book to steal and take things that are not of his. അവൻ ഓടിപ്പോകേണ്ടടുത്ത് ഓടിപ്പോകുവാനും നടന്നകലേണ്ടടുത്ത് നടന്നകലുവാനുള്ള എല്ലാ സാമർഥ്യവും ഉണ്ടായിരുന്നു. He knew he ran away and he took from people and he knew how to get away from things. അവൻ വിചാരിച്ചതെല്ലാം അവന്റെ ജീവിതത്തിൽ സാധിച്ചെടുത്തു. And he thought that he could achieve anything in his life. അവന് ജ്യേഷ്ഠന്റെ കയ്യിൽ നിന്ന് ജ്യേഷ്ഠാവകാശം എടുത്തു, അപ്പന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു, അമ്മായിയപ്പന്റെ സ്വത്തുകളെല്ലാം അടിച്ചു മാറ്റി, അങ്ങനെ വലിയൊരു ഗ്രൂപ്പായിട്ട് അവൻ വരികയാണ്. And he stole the birthright of his brother and stole the blessings from his brother and even took the possessions from his father-in-law. അപ്പോൾ എല്ലാ നിലകളിലും അവൻ നോക്കിയാൽ അവൻ ഒരു മിടുക്കനാണ്. And in all of Jacob's life, when he thinks about it, he's a smart man. അപ്പോൾ ദൈവം അവനെ സന്ദർശിച്ച് അവന്റെ അടുക്കൽ വന്നപ്പോൾ നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ ദൈവം എന്താ ചെയ്യുന്നതെന്നറിയോ? അവന്റെ സാമർത്ഥ്യം എടുത്തു കളയായിരുന്നു. And when God visited Jacob and when he said that you must bless me, and God took his many things away from him. മോശസിനെ അധികമൊന്നും കൊടുക്കാത്തവൻ അധികമുള്ള യാക്കോബിന്റേത് എടുത്തു കളഞ്ഞാണ് അവനെ അനുഗ്രഹിക്കുന്നത്. And God blessed Jacob by taking away things that he once had. എനിക്ക് ആ ലോജിക്ക് ഒട്ടും പിടിക്കുന്നില്ല. And I did not, I'm able to comprehend that. ഓടി നടക്കുന്ന യാക്കോബിനോട് പറയാ, നീ ഓടി നടക്കണ്ട, അവന്റെ തൊടയിൽ തട്ടിട്ട് ഉളുക്കി നടന്നാ മതി എന്നർത്ഥം. And he told Jacob that there's not a reason for you to run around anymore, and I'm going to touch your leg and you're going to be limping. മോശക്കില്ലാത്തത് വേണമെന്ന് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എനിക്ക് തടിച്ച നാവാണ് അത് മാറ്റി തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം ചെയ്തില്ല. ഇവിടെ ഇതാ ഒരുത്തൻ അതിവിദഗ്ധനായി തന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവന്റേതെന്ന് കാണിക്കത്തക്ക രീതിയിൽ വിദഗ്ധത ഉണ്ടായിരിക്കുന്ന അവന്റെ ഓട്ടം നിർത്തുവാൻ ദൈവം അവന്റെ തുടയ്ക്ക് തുടങ്ങിയാണ്. And here when Jacob asked for a blessing, God touched him. And he was in the scriptures, he was limping. അത് നമുക്ക് ഒട്ടും പിടിക്കത്തില്ല, എന്റെ എന്തോ കഴിവെടുത്ത് കളഞ്ഞിട്ട് എന്നെ അനുഗ്രഹിച്ചെന്ന് പറയുന്നത്. And we're not able to comprehend as to why. അതവന് അല്പനേരത്തേക്കുള്ളതായിരുന്നില്ല, അവന്റെ ജീവിതകാലം മുഴുവൻ അവൻ മുടന്തിയാ നടക്കുന്നത്. And it wasn't just a temporary thing. Jacob walked like that for the rest of his life. അവൻ മരിക്കാൻ നേരത്ത് വടിയെ താങ്ങി പിടിച്ചൊക്കെ നിന്ന് അനുഗ്രഹിച്ചെന്നൊക്കെ അവിടെ എഴുതി And it വെച്ചിരിക്കുന്നു. is written that as he was about to die, when he was blessing others, he was holding on to his staff. അപ്പോൾ ദൈവം
ദൈവത്തിന്റെ ലോജിക്ക് അവിടെയും വ്യത്യസ്തമായിട്ടാണ് ഞാൻ And കണ്ടത്. you can see that the logic of God there is also different. ഇസ്രായേൽ അത് ഈ 32-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്താണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പേര് പറഞ്ഞിരിക്കുന്നത്. അവന്റെ തുടയുടെ നിമിത്തം അവൻ മുടന്തി നടന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. And in Genesis 42, and it says that Joseph was limping for the rest of his അത് life. ജനങ്ങൾക്കൊക്കെ വലിയ ഭാരമായതുകൊണ്ട് അവര് യാക്കോബിന്റെ തുടയുടെ ഞരമ്പ് തൊടുത്തതുകൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്ന് വരെ തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ലെന്നും എഴുതി വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഭാരമുണ്ടാക്കി. And it says that that particular issue brought great distress to the people of Israel. പ്രിയമുള്ള ദൈവജനമേ, ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. And children of God, this is how God works. ദൈവം അവനെ വിളിച്ചിരിക്കുന്ന വിധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവം അവനിൽ കണ്ട ദോഷം അങ്ങെടുത്തു മാറ്റുകയായിരുന്നു. And God, in order for him to lift himself up to do the work of God removed the sin that was in his life. ഓടി രക്ഷപ്പെടുന്ന മാർഗം, രക്ഷപ്പെടാൻ വേണ്ടി ഓടുക, എല്ലായിടത്തു നിന്നും സ്ഥലം മാറുക, ഈ പരിപാടി നിർത്തുവാൻ ദൈവം പറഞ്ഞു, നീ ഓടണ്ട, നിനക്ക് അധികമുള്ള ഈ വീര്യമുണ്ടല്ലോ, ഈ ഓട്ടമുണ്ടല്ലോ, അത് ഞാൻ ഇല്ലാതാക്കുകയാണ്, അങ്ങനെയാണ് നിന്നെ അനുഗ്രഹിക്കുന്നത്. And in order to stop Jacob from running away all the time, God says that I'm going to take that ability away from you. അത് കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതമാകെ മാറുകയാണ്. And from then on, his life has completely changed. അവൻ ബേഥേലിലേക്ക് മടങ്ങി പോകുകയാണ്. And he is going back to his people. അവിടെ അവൻ ജനങ്ങളോട് പറയാണ്, ഞാൻ തന്നെയല്ല ശുദ്ധീകരിക്കണം, നിങ്ങൾ എല്ലാവരും ശുദ്ധീകരിക്കപ്പെട്ടിട്ട് ഞാൻ ബേഥേലിലേക്ക് ദൈവം കണ്ടുമുട്ടിയ സ്ഥലത്തേക്ക് പോകുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം വ്യത്യസ്തരായി ശുദ്ധിയുള്ളവരായി ദൈവത്താൽ സന്ദർശിക്കപ്പെടുന്ന ദൈവത്തിന്റെ ജനമായി മടങ്ങി പോകാനാ And പറയുന്നത്. he says, we're going back to Bethel, not just me, but every one of you have been cleansed. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് നീക്കെ അവൻ മിസ്രൈമിലേക്ക് പോകാൻ നേരത്തെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ചോദിച്ചിട്ടാ, പ്രാർത്ഥിച്ചിട്ടാ, അവന്റെ ഗൈഡൻസ് ചോദിച്ചിട്ടാ മിസ്രൈമിലേക്ക് And when പോകുന്നത്. he's going back to Mizraim, he's spending time with God and in prayer and asking God for guidance. മിസ്രൈമിൽ ചെന്നപ്പോൾ എന്താണെന്നറിയാമോ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരൻ അവന്റെ മുൻപിൽ മുട്ടുകത്തിയിട്ട് അനുഗ്രഹിക്ക എന്ന് പറഞ്ഞ് ഇവന്റെ കീഴിൽ അടങ്ങിയിരിക്കുകയാണ്. And when he reached that land, there was a wealthy person there who came before Jacob and said, bless me, and he's at the feet of Jacob. ദൈവം അനുഗ്രഹിക്കുന്നവന്റെ അനുഗ്രഹം അവൻ ആരെയും അനുഗ്രഹിപ്പാൻ തക്കവണ്ണം. ഇന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞാൽ വൈറ്റ് ഹൗസിൽ പഴയ കാലത്തെ ബില്ലിഗ്രാം വന്നതുപോലെയാണ്. യാക്കോബിനെ വിളിച്ചിട്ട് പറയുന്നത്, നീ എന്നെ അനുഗ്രഹിക്കണമെന്ന്. And here the Pharaoh is calling on to Jacob and said that you must bless me. അപ്പോൾ അവൻ ഓടി നടന്നവന്റെ തൊടയെ തൊട്ടിട്ട് അവനെ അനുഗ്രഹമാക്കിയ ദൈവം അവന്റെ ജീവിതത്തിൽ അവൻ ആകപ്പാടെ മാറ്റം വരുത്തി അവനെ യഥാർത്ഥ ഇസ്രായേലാക്കുവാൻ അവനെ ദൈവം And കടാക്ഷിക്കുക. God chose Jacob and took away his ability to run and consider that as a blessing, and he's using Jacob to call on the nation of Israel. അവന്റെ ജീവിതത്തിനും മാറ്റമുണ്ടായത് കാണണമെങ്കിൽ അവൻ മക്കളെ അനുഗ്രഹിക്കുന്നിടത്തേക്ക് പോകണം. And in order to see the change in the life of Jacob, we need to go to the picture where he is blessing his children. കാലമൊക്കെ ഒരുപാട് കഴിഞ്ഞു ഇവന്മാരുടെ എല്ലാ കുസൃതികളും കണ്ടിട്ട്. And the time has passed and they've grown. രൂബേനും ശിമെയോനും ലേവിയും എല്ലാം അവർക്ക് യാക്കോബിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും പണ്ട് ചെയ്തിട്ടുണ്ട്. And his children has done many things that he was displeased with early in their life. അവൻ പാപത്തെ പാപമെന്ന് കണ്ടിട്ട് അതിനെ അവഗണിക്കാതെ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചവൻ അവരെ കറക്റ്റ് ചെയ്യാണ് അവിടെ. And here Joseph is, once he received the blessing from God, he is correcting his children. നമ്മളാണെങ്കിൽ മക്കളാണെങ്കിൽ ഭാര്യയാണെങ്കിൽ അമ്മാച്ചനാണെങ്കിൽ അപ്പൂപ്പനാണെങ്കിൽ പോട്ടെന്ന് എഴുതി തള്ളും. And sometimes we tend to write off these things that the children have done that have sinned before God. കുറഞ്ഞ പക്ഷം മരിക്കാൻ നേരത്തെങ്കിലും. At least right before we're about to die. പക്ഷേ മക്കളുടെ പാപമാണെങ്കിലും ആരുടെ പാപമാണെങ്കിലും പാപമായി അവൻ പരിഗണിച്ചു. And Joseph, that he told them of their sin. ക്രൂരതയായി കണ്ടു. And he told them of the cruelty that they've did. അസന്മാർഗത്തെ അസന്മാർഗമായി കണ്ടു. And he did them of all the wickedness that they've done. നന്മയെ നന്മയായി കണ്ടു. And he told them of the righteousness that they've done. നോക്കിക്കേ, അവനിലുള്ളതിനെ എടുത്തു മാറ്റിയപ്പോൾ അവന്റെ ജീവിതത്തിന് വന്ന മാറ്റം. And look what happened when God removed the things from his life and the changes that was brought to him. അപ്പോൾ ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടി നിന്റെ ചിലത് എടുത്തു മാറ്റിയാലും അത് ദൈവഹിതമാണെങ്കിൽ ദൈവമാണ് ചെയ്തതെങ്കിൽ അതിനെ ഓർത്ത് ഭാരപ്പെടേണ്ട. And even if some things were removed from your life, if that was part of God's will, there's no need for you to sit around and be hopeless. നീ സ്വപ്നത്തിൽ വിചാരിക്കാത്ത വലിയ സ്ഥാനങ്ങളിലേക്ക് നിന്നെ ആനയിക്കുവാൻ അതൊരു തടസ്സമാണെങ്കിൽ ദൈവം അത് എടുത്തു കളയട്ടെ, അത് ഇല്ലാതാക്കട്ടെ. അതിനുവേണ്ടി അടങ്ങിയിരിക്കുകയാണ് ഏറ്റവും നല്ലത്. And we need to be surrendered before God and allow him to do that. അവൻ ഓടി നടക്കുന്നവന്റെ കാലെ തൊട്ടപ്പോൾ ഇനി ഓടാൻ പറ്റാത്തപ്പോൾ അയ്യോ
എന്താ നടക്കുന്നതെന്ന് അറിയാമോ? അടുത്ത അധ്യായത്തിൽ നിങ്ങൾ കാണുന്നത് ഏശാവിന്റെ അടുക്കലേക്ക് അവൻ ഓടിപ്പോകാൻ പറ്റത്തില്ല. ഏശാവ് അവന്റെ അടുക്കലേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നതായിട്ടാണ് 33-ാം അധ്യായത്തിൽ നാം And വായിക്കുന്നത്. in chapter 33, you can see that after God had touched the leg of Jacob and he was limping, he can no longer run to Esau. But you can see the next chapter, Esau is running towards Jacob. നോക്കിക്കേ, അത് അങ്ങനെയാ എഴുതിയിരിക്കും. ഇവൻ ഭയപ്പെട്ടിരിക്കുന്ന, ഇവനെ നശിപ്പിക്കാൻ വരുന്നു എന്ന് വിചാരിച്ച ഏശാവ് അവന്റെ അടുക്കലേക്ക് ഓടി വന്ന് അവനെ എതിരേറ്റ് അവനെ ആലിംഗനം ചെയ്ത് അവനെ സ്നേഹിക്കുകയാണ്. And here you can see that Esau ran towards Jacob, who Jacob thought was coming towards to destroy him, but no, he came to embrace him. ഓടി നടന്നപ്പോൾ അവസരം കിട്ടിയാൽ കൊല്ലുമെന്ന് പറയുന്നവൻ ഇതാ ദൈവത്താൽ തൊട്ട് കഴിഞ്ഞപ്പോൾ, ദൈവം അവന്റെ വേണ്ടാത്തത് എടുത്തു കളഞ്ഞപ്പോൾ ശത്രു പോലും അവന്റെ അടുക്കലേക്ക് ഓടി വന്ന് അവനെ അനുഗ്രഹം ചെയ്ത് അവനെ അനുഗ്രഹിക്കുന്ന ഒരു ജ്യേഷ്ഠനെയാണ് നാം കാണുന്നത്. And Jacob was running around afraid of being killed by his own brother, but when after God has touched him, you can see that his brother is running towards him and embracing him. അപ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ചിലത് മാറ്റിക്കളയുന്നത് ദൈവമാണ് എങ്കിൽ, And if God is the one removing things from your life, അത് നിന്റെ അനുഗ്രഹത്തിനായിരിക്കും, അത് നിന്റെ ഉയർച്ചയ്ക്കായിരിക്കും, അത് നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കാത്തത് കണ്ടിട്ട് നീ ഈ ലോകം വിട്ടു പോകുകയുള്ളൂ. and surely that is for your own blessing. നീ ഭയപ്പെടുന്നതിനെ നിന്റെ മുൻപിൽ വെച്ച് തന്നെ അത് ഏതുമില്ല ദൈവത്തിന്റെ പ്രവൃത്തി നീ കണ്ടുവെങ്കിൽ ദൈവം അവിടെയും ഇവിടെയും നീ ഭയപ്പെടുത്തുന്നതും മാറ്റി നിന്നെ ഒരു അനുഗ്രഹ വിഷയമാക്കുവാൻ അവൻ കടന്നു. And he will bless you and remove all the things that brings fear into your life. ഇനി ഞാൻ പുതിയ നിയമത്തിലേക്ക് പോകട്ടെ. നമ്മൾക്കറിയാം അപ്പോസ്തലനായ പൗലോസിനെ. And let's go to the Gospels, and I'm going to touch on Apostle Paul. അവിടെ എന്താ സംഭവിക്കുന്നത്? മോശ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും വേണമെന്ന് അവിടെ കൊടുത്തില്ല. മോശ വിചാരിച്ചു എനിക്ക് ഒരു അനുഗ്രഹം എക്സ്ട്രാ വേണം, നാക്കെ തൊട്ട് സൗഖ്യം വേണം, അത് ദൈവം കൊടുത്തില്ല. And Moses expected this healing from God, but that was not given. യാക്കോബ് വിചാരിച്ചു ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും കൂടുതൽ കിട്ടുമെന്നാണ്, പക്ഷെ അവന്റെ ഉള്ളത് എടുത്ത് അങ്ങ് മാറ്റി. And Jacob thought he was also going to get something extra, but God removed something from his life. പക്ഷേ പൗലോസിന് ദൈവം ചെയ്തത് കുറച്ചങ്ങോട്ട് കൂടുതൽ കൊടുത്തു. But to Paul, he gave something extraordinary. എന്താ കൊടുത്തത്? And what did he ഒരു give? പിശാചിന്റെ ദൂതനെ കുത്താൻ കൊടുത്തു. And he gave them an angel of the devil to provoke him. പൗലോസിനും അത് ഇഷ്ടമല്ല. And Paul didn't like that as well. ഇല്ലാത്തത് ആഡ് ചെയ്തത് പൗലോസിന് മാത്രം. And that only happened to Paul amongst the apostles. പൗലോസ് പറഞ്ഞു അയ്യോ അതെനിക്ക് വേണ്ട. And Paul says, I do not need that. ഒരിക്കലല്ല, രണ്ടല്ല, 3 വട്ടം പറഞ്ഞു. And he asked that 3 times and said, Lord, remove this from me. ദൈവം പറഞ്ഞു പാടില്ല. ഇന്നലകളിൽ നീ ജനിച്ചപ്പോൾ തുടങ്ങി നിന്റെ പ്രോബ്ലം എന്താണെന്നറിയാവുന്ന മോശയോട് ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ ജനിപ്പിച്ചപ്പോൾ നിനക്കുള്ളത് മാത്രം മതി. And to Moses he says that I know how you were born, and what you have is enough for me. എന്റെ പ്രവൃത്തി വിശ്വസ്തയോട് ചെയ്യുവാൻ അത് മതി. In order for you to complete my work, what you have is enough. യാക്കോബിനോട് ദൈവം പറഞ്ഞു, നിനക്കുള്ളത് കുറച്ച് മാറ്റിയാൽ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനായി നിനക്ക് തീരാൻ പറ്റൂ. And to Jacob he says, I'll need to remove some things from your life for you to become the person that I desire you to be. പൗലോസിനോട് പറയാ, നിനക്ക് നാളെ അഹങ്കരിക്കാതിരിക്കാൻ നിന്റെ ജീവിതത്തിൽ ഞാൻ ചിലത് ആഡ് ചെയ്യുകയാണെന്ന്. And to Paul he says, in order for you to stop boasting about things tomorrow, I'm going to add some things to your life. നമുക്ക് ആർക്കെങ്കിലും ഇത് ആഡ് ചെയ്യുവാനായിട്ട് പൗലോസിന്റെ ജീവിതത്തിൽ തോന്നുമോ? And would any of us be okay with this happening to Paul? പൗലോസ് പറയുന്നത് ഞാൻ ഈ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാണ്. And Paul says that I suffered greatly for the name of the Lord. അപ്പോസ്തലന്മാരുടെ ലിസ്റ്റ് പറഞ്ഞിട്ട് പറയാം, ഞാൻ അവരെക്കാൾ അധികം വർക്ക് ചെയ്തു എന്നാണ്. And he provides a list of apostles and says that I worked harder than these men. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കറിയാമല്ലോ, നിങ്ങളോട് ഒരു ആർട്ടിക്കിൾ എഴുതാൻ പറഞ്ഞ് അതും ജയിലിൽ കിടക്കുമ്പോൾ ഭാരമുള്ളപ്പോൾ പുതിയ നിയമത്തിന്റെ പകുതിയിലധികം എഴുതിയ താനാ. And he wrote and instructed many people from his prison cell. സുഖിച്ചിരുന്നപ്പോഴല്ല, not when he was in comfort. ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ നമ്മുടെ കയ്യിലുണ്ടായിട്ടല്ല. And not like today's days where he's typing on a keyboard. സോഫയിൽ വളരെ വിശ്രമിച്ച് എല്ലാ കാറ്റും എയർ കണ്ടീഷന്റെ കീഴിലല്ല. And not resting on a couch. അങ്ങനെയായിട്ടൊരു കത്തെഴുതാനോ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ചൊന്നും എഴുതാനായിട്ടോ നമ്മൾ തുനിഞ്ഞിട്ട് എത്ര നാളായി? And many of us would have thought that would have been the ideal thing. അപ്പോൾ എല്ലാ നിലകളിലും ശോഭിച്ച ഒരു മനുഷ്യൻ. And a man that was used in many different ways. അവന് പിശാചിന്റെ ഒരു ദൂതനെ എപ്പോഴും കൂടെ വിട്ടിരിക്കുക. And to him was given an angel of the devil constantly around him. അപ്പോൾ നമുക്ക് എന്തോ തോന്നും? What would we think? ആഡ് ചെയ്തത് പൗലോസിനെ.
ആഡ് ചെയ്തത് പൗലോസിന്, Something extra was added to Paul. എടുത്തു കളഞ്ഞത് യാക്കോബിനെ, Something was removed from Jacob. ഒന്നും കൊടുക്കാത്തത് മോസസിനെ. And Moses did not receive anything. ഇവിടെ ഒന്നും നമ്മുടെ യുക്തി ഫലിക്കുന്നില്ല. And here, none of these are going according to what we think. ദൈവത്തിന്റെ യുക്തിയും ദൈവത്തിന്റെ വിളിയും അവിടെ നടക്കണമെങ്കിൽ ദൈവം പറയാ, എന്റെ കൃപ നിനക്ക് ഞാൻ അധികമായി തരും. And here God saying that in order for me to work through you, these things are necessary. നിനക്ക് ആഡ് ചെയ്യുമ്പോൾ നീ വിചാരിക്കും ഇത് എനിക്ക് മാത്രം എന്തിനാണ് ഇങ്ങനെ. And in order for this to happen, these things are necessary. ഞാൻ എല്ലാവരെക്കാൾ അധികം പ്രവർത്തിക്കുന്നുണ്ടല്ലോ, And Paul says that I work in many ഞാൻ അധികം others. കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. Paul says I've lost many things. ഇനി എന്റെ മുന്നിൽ സുവിശേഷം പറയുവാൻ ഞാനുള്ള സ്ഥലം നോക്കി മുന്നോട്ട് And പോവുകയാണല്ലോ. he's going forward to finding a new place to spread the gospel. ഞാൻ കർത്താവിന് വേണ്ടി ദർശനം പ്രാപിച്ചത് എഴുതി വെക്കുകയാണല്ലോ. And he has received many visions from God. നീ പലപ്പോഴും നിന്റേതായ പ്രവൃത്തി കണ്ടിട്ട് വിഷമിക്കുന്നുണ്ടായിരിക്കാം. And you must be looking at your own situation and be saddened. എന്നിട്ട് എന്നോടൊപ്പം എന്തിനാണ് ഈ പിശാചിന്റെ ദൂതനെ എന്നെ കുത്തുവാൻ വിട്ടിരിക്കുന്നത്? And says, why are you sending this angel of the devil to cause pain to me? ദൈവം നിന്നേക്കാൾ അധികമായി നിന്നെ മനസ്സിലാക്കിയിട്ട് പറയാ, നിന്റെ മുൻപിൽ കുഴിയുണ്ട്, ആ കുഴിയിൽ വീഴാതിരിപ്പാൻ, നിഗളിച്ചു പോകാതിരിപ്പാൻ നിനക്ക് ഇത് അത്യാവശ്യം. And he says that if I don't do this, you're going to fall into the pit that is before you. പക്ഷേ വീഴാതെ വണ്ണം നിന്നെ നിർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ തന്ന് നിന്നെ ശക്തീകരിക്കും. But he will give you the grace to protect you. അതുകൊണ്ട് അവൻ വിളിച്ചു പറയുകയാണ്, ഞാൻ അധികം പ്രവർത്തിച്ചെന്ന് എനിക്ക് വിളിച്ചു പറയാൻ വഴിയില്ല, ഞാനാകുന്നത് കൃപയാലാകുന്നു, എന്നിൽ വ്യാപരിച്ച കൃപയല്ലാതെ വേറെ ഒന്നുമല്ല ഞാനായിരിക്കുന്നത്. That is why he says that I have nothing to be boastful about, but except the grace that God has given me. ഇതുകൊണ്ട് പൗലോസിനോട് ചോദിച്ചു, പൗലോസേ നിനക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? And to go ask God, as Paul, has anything wrong happened to you? അവൻ മരണത്തിന്റെ തൊട്ടു മുൻപിൽ കാരാഗ്രഹത്തിൽ അവന്റെ വിധിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്നത്, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, മനുഷ്യരാരും എന്നോട് കൂടെ നിന്നില്ല, പക്ഷേ എന്റെ പ്രതിവാദത്തിൽ എന്നോട് കൂടെ നിന്നൊരു കർത്താവുണ്ട്. And he says, as right before he's died, he's looking at the situation, said, I fought a good fight and ran a race well. പിശാച് എന്നെ കുത്തുവാൻ എന്റെ അരികിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിജയം പ്രാപിച്ചിട്ട് എന്റെ ഓട്ടം ഓടുവാൻ, എന്റെ വിശ്വാസം കാക്കുവാൻ, എന്റേതായ ജീവിതത്തിന്റെ കാര്യം മുഴുവൻ വിശ്വസ്തയോട് ചെയ്തെടുക്കുവാൻ ആരും എന്നെ കൈകൾ താങ്ങിയില്ലെങ്കിലും, ആരും എനിക്ക് കൂട്ടുനിന്നില്ലെങ്കിലും, എന്റെ കൂടെ കർത്താവ് എനിക്ക് തുണ നിന്നു. And he says, because God is with me, I was able to run my race well. അവൻ എനിക്ക് തുണ നിന്നതല്ല, ഇന്നും അവൻ എന്നെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നുണ്ട്. And he says, even now he's rescuing me from the hands of the devil. നാളെയും എന്നെ വിടുവിച്ച് ദൈവത്തിന്റെ നിത്യരാജ്യത്തിലേക്ക് എന്നെ And he കൊണ്ടുപോകും. will rescue me tomorrow and take me into the kingdom. അവൻ എനിക്കൊരു പ്രതിഫലവും തരും. And he's my hope. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ, സമയം പോയി. Let me conclude. നിനക്ക് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ കിട്ടിയെന്ന് വരികില്ല, മോസസിനെ പോലെ. Like Moses, you might not get what you expect. നിനക്ക് ഏറ്റവും നല്ലതെന്നും സാമർത്ഥ്യമെന്ന് തോന്നിയത് ചിലപ്പോൾ ദൈവം എടുത്തു കളഞ്ഞേക്കും. And God might remove things from your life that you think are worthy. നീ വേണ്ട എന്ന് പറയുന്ന കാര്യം നിന്നെ അടിച്ചേൽപ്പിച്ചേക്കും. And God might place things on you that you do not want. പക്ഷേ ഇവർ മൂന്നുപേരും പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല. But these three individuals have not failed. ലോക ചരിത്രത്തിൽ ഇവരെ പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ വളരെ അപൂർവമായി. And if you look at the history, compare these men, there aren't many people that matches up with them. ലോകം മുഴുവൻ 10 കൽപ്പന അറിയുന്നത് അത് മോസസ് എഴുതി എന്നുള്ള അർത്ഥത്തിലാണ്. And the 10 Commandments was provided by Moses through God. ഏറ്റവും നല്ലൊരു ലീഡറായിട്ടാണ് മോസസിനെ And അറിയുന്നത്. he was known as one of the most well-respected leaders. ദൈവത്തിന്റെ മുഖം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ. A prophet who saw the face of God. യാക്കോബ് അന്നത്തെ ഫറവോനെ അനുഗ്രഹിച്ചിട്ട്, And Jacob blessed Pharaoh in that day. യഹൂദന്മാരുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ ചരിത്രത്തിൽ വലിയ പേര് നേടിക്കൊണ്ടവൻ. And a great man in the history of Judaism and Islam. ക്രിസ്ത്യാനികൾക്ക് ഉത്തേജനം കൊടുക്കുന്നവൻ. And one who gives great hope to Christians. പൗലോസിനേതൊക്കെ അവൻ പറയുന്നത് എല്ലാം പ്രശ്നമുണ്ടെങ്കിലും യഹോവ കർത്താവിനോട് തുണ നിന്നു. And Paul says that regardless of what I'm facing, God is with me. എന്റെ മിനിസ്ട്രി തികച്ചെടുത്തു. I fulfilled my race and completed my ministry. പൊരുതു. I fought well. ഓട്ടം തികച്ചു. I ran my race. വിശ്വാസം കാത്തു. And I kept my faith. ഞാൻ എന്റെ കർത്താവിന്റെ അടുക്കലേക്ക് പോകുകയാണ്. And I am going towards my Savior. അതുകൊണ്ട് നീ പ്രാർത്ഥിച്ചത് നിനക്ക് കിട്ടിയില്ലെങ്കിലും, Even if you don't get what you prayed for, നിനക്കുള്ളത് എടുത്തു കളഞ്ഞാലും, even if things are removed from നിനക്ക് you, വേണ്ടാത്തത് നിന്റെ കൂടെ ഉണ്ടെങ്കിലും, even if there are things with you that you അത് don't want, ദൈവത്തിന്റെ പർപ്പസ് ആണെങ്കിൽ, if that is the അത് purpose of ദൈവത്തിന്റെ God, വിധിയാണെങ്കിൽ, if that is what God asks you നിന്നോട് to do, കരുണയുള്ളതാണെങ്കിൽ, if God is a merciful അവിടെയാണ് God, വിജയം. that is your victory. അവിടെയാണ് ദൈവം മഹത്വം എടുക്കുന്നത്. That is where God takes glory. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray.